ലോകത്താകമാനം തീയിട്ടതിന്റെയും വംശഹത്യ നടത്തിയതിന്റെയും ചരിത്രം ഏറ്റവും കൂടുതൽ അവകാശപ്പെടാനുള്ള അമേരിക്കൻ ചേരിക്കാണ്. ഏറ്റവും ഒടുവിൽ ഗസയിൽ നാം കാണുന്നതും കൂട്ടക്കുരുതിയാണ്. അമേരിക്കൻ പടക്കപ്പലുകളെ മേഖലയിൽ വിന്യസിച്ചും വൻതോതിൽ ആയുധങ്ങൾ ഇസ്രയേലിന് നൽകുകയും ഗസയിൽ മനുഷ്യക്കുരുതി നടത്തിയുമാണ് അമേരിക്ക ചെയ്യുന്നത്. ഒന്ന് ഘടിപ്പിച്ച് അമേരിക്ക പറഞ്ഞാൽ ആ ക്ഷണം തീർന്ന യുദ്ധമാണ് ഇന്ന് 45,000-ഓളം ഫലസ്തീനുകളുടെ ജീവൻ എടുത്തിരിക്കുന്നത്. ഈ നമ്പർ അരലക്ഷമാക്കി ആഘോഷിക്കാൻ ഇസ്രയേൽ ആക്രമണം ഘടിപ്പിക്കുമ്പോൾ അതിനെല്ലാം സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ലെബനാനിലും ആയിരങ്ങളെ കൊന്നൊടുക്കിയ ഇസ്രയേൽ തിരിച്ചടി കിട്ടി തുടങ്ങിയതോടെയാണ് അവിടെ സമവായത്തിന് ശ്രമിച്ച് പിറകോട്ട് പോയിരിക്കുന്നത്. ഇതും അമേരിക്കയുടെ ഒരു യുദ്ധതന്ത്രമാണ്. യുക്രൈനിലേക്കും ഗസയ്ക്കും പിന്നാലെ ലെബനാനിൽ കൂടി പോരാട്ടം കടുക്കുന്നത് അമേരിക്കയുടെ ആയുധ ഡിസ്പ്ലേയെ ബാധിച്ചതും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ അനുകൂല ഹൂത്തികൾ ആക്രമണം നടത്തിയതുമാണ് അമേരിക്കയും ഇസ്രയേലിനെയും പിന്മാറ്റത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഹൂത്തികളുടെ ആക്രമണ കൃത്യത കണ്ട് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് വേട്ടലാണ്. ഹൂത്തികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ, പ്രൊഡക്ഷൻ സൈറ്റുകൾ, സ്റ്റോറേജ് സൈറ്റുകൾ, കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഹൂത്തികളെ തടയാൻ പര്യാപ്തമല്ല എന്നതാണ് ജോസഫ് വേട്ടലിന്റെ നിലപാട്. ഹൂത്തികളുടെ ശക്തി ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ല എങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാവും കൊണ്ടുചെന്നെത്തിക്കുക. ഇനി അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയോഗോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കർട്ടറും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് അമേരിക്ക തന്നെ മുൻകൈ എടുത്ത് ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കൊണ്ടുവരുന്നത്. ഉത്തര കൊറിയയുമായിട്ട് റഷ്യ ഉണ്ടാക്കിയ പ്രതിരോധ കരാറിന്റെ മോഡലിൽ റഷ്യയുമായിട്ട് പ്രതിരോധ കരാർ ഉണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കവും അമേരിക്കയും ഇസ്രയേലിനെയും സമവായത്തിന് പ്രേരിപ്പിച്ച ഈ ഘടകത്തിൽ പെടുന്നുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ ധാരണ ചിലയിടങ്ങളിൽ ഇസ്രയേൽ സൈന്യം ലംഘിച്ചപ്പോൾ ഇസ്രയേലികൾക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് ഹിസ്ബുള്ള തിരിച്ചടി നൽകിയിരുന്നത്. അതേസമയം തന്നെ ലെബനാന് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോയ ഇസ്രയേൽ ഗസയിൽ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനും ബദൽ മാർഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതാകട്ടെ തന്ത്രപരവുമാണ്. ഇസ്രയേലുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വൈകിപ്പിച്ച് ഇറാൻ ഈ ഇടവേളയിൽ ആണവായുധം ശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാന് ശേഷം ആണവായുധമുള്ള രണ്ടാമത്തെ ഇസ്ലാമിക രാജ്യമായിട്ട് ഇറാൻ ഔദ്യോഗികമായി തന്നെ മാറിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഉപരോധം മറികടന്നാണ് ഈ നേട്ടം ഇറാൻ കൈവരിച്ചിരിക്കുന്നത്. ഇനി ഇറാനെ ആരാക്രമിച്ചാലും ഇറാൻ ആണവായുധം പ്രയോഗിക്കാൻ കഴിയും. ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇത് വലിയ ഭീഷണിയാണ്. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഇതിനോടകം തന്നെ റഷ്യയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കിയതായിട്ടുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാനും അവർ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ളയും ഹൂത്തികളും ഇപ്പോൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നത് അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോയുടെയും ഉറക്കം കെടുത്തുന്നതാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയത്തോട് അടുക്കുന്നതും അമേരിക്ക വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ യുക്രൈനിലേക്കുള്ള ആയുധ സ്പ്ലേ നിലനിൽക്കുമെന്നതിനാൽ ജോ ബൈഡനും വലിയ ആശങ്കയിലാണുള്ളത്. ഇനി വൻതോതിൽ ആയുധങ്ങൾ ട്രംപ് യുക്രൈന് നൽകിയാൽ പോലും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ യുക്രൈന് കഴിയുകയില്ല എന്നതാണ് സത്യം. റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈൻ വീഴുന്നത് അമേരിക്കയുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം നാറ്റോ നൽകിയ ആധുനിക ആയുധങ്ങളെല്ലാം ടെക്നോളജിയും കൂലിപ്പടയാളികളുമാണ് യുക്രൈൻ സൈന്യത്തിന് ഇതുവരെ പിടിച്ചു നിൽക്കാൻ സഹായകരമായിരുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈന് കിട്ടുന്ന ഓരോ പ്രഹരവും നാറ്റോയ്ക്ക് കിട്ടുന്ന പ്രഹരമായിട്ടാണ് മാറുന്നത്. അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ആശങ്ക ഇതാണെങ്കിൽ അമേരിക്കയുടെ മറ്റൊരു സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ ആശങ്ക മറ്റൊന്നാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചാൽ റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ ആക്രമിക്കുമെന്ന ഭയമാണ് ഇസ്രയേലിനുള്ളത്. യുക്രൈൻ റഷ്യ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കരുത് എന്ന് കരുതുന്ന ബൈഡന്റെയും നെതന്യാഹുവിന്റെയും ബുദ്ധിയിൽ പിറന്ന നീക്കമാണ് ഇപ്പോൾ സിറിയയിൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യയും ഇറാനും പിന്തുണയ്ക്കുന്ന സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ വിമതർക്ക് സഹായങ്ങൾ നൽകിയത് ഇസ്രയേലും അമേരിക്കയും തുർക്കിയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളാണ്. ഇക്കാര്യത്തിൽ മൊസാദും CIA-യും നിർണായകമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും യുദ്ധക്കൊതിയന്മാർ ഉറക്കമെണീറ്റിരിക്കുന്നത് ഒരാഴ്ച മുമ്പാണ്. വിമത സേനകൾ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ഒടുവിൽ അവർ സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ദമസ്കസും പിടിച്ചെടുത്തിരുന്നു. സിറിയയിലെ അലപ്പോ നഗരം വീണപ്പോൾ മുതൽ റഷ്യൻ സിറിയൻ പോർ വിമാനങ്ങൾ വിമത കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കാൻ തുടങ്ങിയെങ്കിലും കാര്യമായിട്ടുള്ള ആക്രമണത്തിന് മുതിർന്നിരുന്നില്ല. അതിന് പ്രധാന കാരണം നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ കൊല്ലപ്പെടരുത് എന്നതാണ്. ഇസ്രായേൽ ഗസയിൽ ബോംബിട്ട വംശഹത്യ നടത്തുന്നത് പോലെ തന്നെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് ഒരിക്കലും കഴിയുകയില്ല. അങ്ങനെ മറ്റു രാജ്യങ്ങളിലെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രം റഷ്യയ്ക്കില്ല എന്നതും നാം തിരിച്ചറിയണം.
യുദ്ധം നടക്കുമ്പോൾ തന്നെ നിരപരാധികളായിട്ടുള്ള യുക്രൈനികളെ വധിച്ച റഷ്യൻ സൈനികരെ പിടികൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച രാജ്യമാണ് റഷ്യ. ഇതൊക്കെ അമേരിക്കൻ ചേരിയും റഷ്യയെയും വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളാണ്. ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന നേതാവിനെ സിറിയയിൽ വെച്ച് വധിച്ചതാണ് ഇസ്രയേൽ സിറിയൻ വിമതർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിമത സേനകളെ സഹായിക്കാൻ യുക്രൈന്റെയും നാറ്റോകളുടെയും പരിശീലകരും രംഗത്തിറങ്ങിയെന്ന് റഷ്യയും ആരോപിച്ചിട്ടുണ്ട്. സിറിയയിൽ അരങ്ങേറിയ ജിഹാദി ആക്രമണം അമേരിക്കയിലും ഇസ്രയേലും ഏകോപിപ്പിച്ചതാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറയുന്നത്. ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിന് തൊട്ട് പിന്നാലെ വടക്കൻ സിറിയയിൽ ഭീകരർ ആക്രമണം നടത്തിയത് യാദൃശ്ചികമല്ല എന്ന് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വളഞ്ഞ വഴിയിലൂടെ റഷ്യയും ഇറാനും വെട്ടിലാക്കാനുള്ള ഈ നീക്കത്തിൽ അമേരിക്കയുടെ ചേരി കണക്ക് കൂട്ടലുകളാണ് തെറ്റാൻ പോകുന്നത്. റഷ്യയുടെ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സിറിയയിൽ ഈ മേഖലയുടെ സുരക്ഷിതത്വമാണ് റഷ്യ പ്രധാനമായും നോക്കുന്നത്. വിമതരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിയ റഷ്യ പിന്നീട് അത് തുടരുന്നതും അവരുടെ സ്ട്രാറ്റജി ആയിട്ടാണ് കാണിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തന്ത്രം തിരിച്ചറിഞ്ഞുള്ള സമീപനമാണിത്. ഇതോടെ റഷ്യ കൂടുതൽ സേനയെ നിയോഗിക്കുമെന്നും വിമതർക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമെന്നുള്ള അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളാണ് തകർന്നടിഞ്ഞിരിക്കുന്നത്. യുക്രൈനെ തീർത്ത ശേഷം വിമതരുടെ കാര്യം നോക്കിക്കൊള്ളാമെന്നതാണ് ഇപ്പോഴത്തെ റഷ്യൻ നിലപാട് എന്ന് പറയുന്നത്.